വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച 2 യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹി മുംബൈ സ്പൈസ് ജെറ്റ് വിമാനത്തിലായിരുന്നു സംഭവം. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബാലഗോപാൽ, ഈ കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള ശ്രമം മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണോ, അല്ലെങ്കിൽ സ്വബോധമില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണോ? എന്താണ് വിശദവിവരങ്ങൾ ബാലഗോപാൽ? മോത്തി, ഈ 2 വിമാന യാത്രക്കാർ, അതായത് 2 വനിതകളായിരുന്നു. അവർ ഈ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ സ്പൈസ് ജെറ്റിന്റെ ഇന്നലത്തെ ഡൽഹി മുംബൈ വിമാനം 9282-ൽ സഞ്ചരിക്കേണ്ട യാത്രക്കാരായിരുന്നു. ഈ 2 പേരും വിമാനത്തിനുള്ളിൽ വെച്ച് പരസ്പരം തമ്മിലടിക്കുകയായിരുന്നു. തുടർന്ന് ഈ ബഹളം രൂക്ഷമാകുകയും അതിനുശേഷം ഇവർ ഈ അനുമതിയില്ലാതെ കോക്പിറ്റിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും അതുപോലെ തന്നെ വിമാന ജീവനക്കാരും ഒക്കെ ഇവരോട് ശാന്തരായി ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വിമാന പൈലറ്റ് തന്നെ ആ ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവർ ബഹളം തുടരുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് ഈ CASFന്റെ വിമാനത്താവളങ്ങളിലെ മറ്റും സുരക്ഷയുടെ ചുമതലയുള്ള CASFനെ വിളിച്ച ഈ വിമാന യാത്രക്കാരെ, ഈ 2 പേരെ, ബഹളം വെച്ച 2 യാത്രക്കാരെയും അവർക്ക് കൈമാറുകയായിരുന്നു, CASFന് കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് 12:31 ഈ വിമാനം ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇവരുടെ ഈ ബഹളവും അതുപോലെ തന്നെ തുടർന്ന് യാത്രക്കാരെയൊക്കെ പുറത്തിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വിമാനം പിന്നീട് പറന്നു പൊങ്ങിയത് രാത്രി 7:30-ക്കാണ്. ഏതായാലും നിലവിൽ ഇവരെ CASF വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ, മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റൻഷൻസ് ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അടിപിടിയുടെ ഭാഗമായി, പരസ്പരമുണ്ടായ തർക്കങ്ങളുടെയും അടിപിടിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കടക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നാണ് ഈ CASF ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. പക്ഷേ എല്ലാ ഈ ആംഗിളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി ബാലഗോപാൽ, ഏതായാലും കൃത്യമായി തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവർ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ഓടിക്കയറാൻ ശ്രമിച്ചതാണോ, 2 പേരും തമ്മിലുള്ള തർക്കമാണോ, മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? ഇനി അതുമല്ല എങ്കിൽ സ്വബോധമില്ലായ്മയാണോ ഇതിന് കാരണം? അങ്ങനെ തുടങ്ങിയ എല്ലാ വശങ്ങളിൽ നിന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. CASFന്റെ കസ്റ്റഡിയിലാണ് 2 ആളും.